ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് അമ്പാടിയിലും ആരോമണിയായിട്ട് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്ന ഒരു വ്ലോഗാണ് കേട്ടോ. കുഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടാണ് പോകുന്നത് കേട്ടോ. അമ്മയും ഏട്ടനും ആദ്യം ചേച്ചിയും എല്ലാവരും കൂട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ ഫസ്റ്റ് ഒരു ഔട്ടിങ് ആൻഡ് ഷോപ്പിംഗ് വ്ലോഗാണെന്ന് നമ്മൾ കാണിക്കുന്നത്, ചെറിയൊരു വ്ലോഗ്. അപ്പോൾ കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ആദ്യം വന്നിട്ട് ഉണ്ണീനെ ബൈക്കിൽ ഇരുത്തുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഉണ്ണികളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ബൈക്കിൽ ഇരുത്തണമൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മൾ ടൗണിലോട്ടാണ് കേട്ടോ പോണത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ടൗണിലോട്ട്, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഒരാളിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ടർക്കിയിലൊക്കെ നമ്മളിങ്ങനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്, എ സി ഒക്കെ ഉള്ള കാരണം ഇനി പ്രശ്നമാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഒരാൾ അമ്മയുടെ എടുത്തിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹായ് എന്നൊക്കെ ഇങ്ങനെ കൈയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഇപ്പോൾ രണ്ടാളുടെ ഫേസ് ഏകദേശം ഒരേപോലെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ രണ്ടാളെയും കണ്ടാലും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡിൽ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ രണ്ടാളുടെ ഫേസൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. ഒരാൾ ഇതേ കിട്ടുന്നു ഉറങ്ങി അമ്മയുടെ കൈയിൽ, വേഗം ഉറങ്ങി. കാരണം ഈവനിങ് ടൈമിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഉറങ്ങുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കയറിയപ്പോൾ അവർ ഉറങ്ങി. അത് നമ്മൾ അമ്മയ്ക്ക് എന്താ പറയുക, ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ അവിടെ പറഞ്ഞ് അയച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാമല്ലോ വിചാരിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഈ സൈഡിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സംഭവങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും ഭയങ്കര ഉറക്കാണ്. ദേ അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ടോ. എന്താ പറയുക, ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആദ്യം പിന്നെ 2 ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി നടന്നതാണ്. ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് കൊടുത്തില്ല കേട്ടോ. 2 ഫോട്ടോ പറഞ്ഞു വന്നതാണ്. പക്ഷെ ഞാൻ എടുത്തു കൊടുത്തില്ല. പറഞ്ഞ പാട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഉണ്ണീനെ എടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും നല്ല ഉറക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പുറത്തേക്ക് വരുമ്പോൾ എഴുന്നേക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എഴുന്നേക്കൊന്നും ചെയ്തില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അവർ ഇപ്പോൾ സെറ്റായിട്ട് നിന്ന്, വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളിങ്ങനെ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ 4 പേരും ഡ്രസ്സ് മാറി വന്നപ്പോൾ ഏകദേശം ഒരേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഏട്ടൻ ഉണ്ണികൾ ഏകദേശം ഡ്രസ് കോഡ് ഇട്ട പോലെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ ഇതാ ഞാൻ പാപ്പനാണ്, എനിക്ക് ഉണ്ണീനതായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇതേപോലെ ഉണ്ണീനെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും മാറി മാറി എടുക്കുന്നുണ്ട് അവരേനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണീനവിടെ സീറ്റിൽ ഇങ്ങനെ കിടത്തിയിട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, ചേച്ചിയുടെ വീട്ടിൽ പോണ സമയത്ത് നമ്മൾ ഇതേപോലെ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സീറ്റിൽ. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറക്കത്തിന് നീറ്റ അവിടെ കിടത്താലോ വിചാരിച്ച് അങ്ങനെ കിടത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടന്നു. പിന്നെ നമ്മൾ ജ്വല്ലറിക്കാണ് പോയത്. അവർക്ക് നമ്മൾ കിട്ടിയിട്ടുള്ള വളകളൊക്കെ ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. 90-ന് കിട്ടിയിട്ടുള്ള വളകളൊക്കെ നല്ല ലൂസായിരുന്നു. അപ്പോൾ നമുക്ക് 2 വള എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്താ പറയുക, ഭയങ്കര ലൂസാണ് അവിടുത്തെ വളകളൊന്നും. ഇവർക്ക് കണ്ട് സെറ്റ് ആവുന്നില്ല ഒന്നും കേട്ടോ. കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം മോഡൽ ബാംഗിൾസൊക്കെ നോക്കി. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് വേണ്ട, നമുക്ക് ബ്രേസ്ലെറ്റ് നോക്കാമല്ലോ പറഞ്ഞിട്ട് അതൊന്നും നോക്കിയിട്ടോ. കുറച്ചൊക്കെ നോക്കി. ഒരാൾ ജ്വല്ലറിയത്തെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റാളിനെ പിന്നെ അച്ഛനെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആൾ കുറച്ച് നേരമായി, കുറച്ച് ലേറ്റായി. നമ്മളൊരു 5 മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ റിട്ടേൺ എത്തിയത് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ടയേർഡായി. പിന്നെ നമ്മൾ വിചാരിച്ചു ഈ ഒരു വള എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി ഇത്രയും വലുതൊന്നും വേണ്ട, അതായത് ഇങ്ങനെ കയ്യുമ്പോൾ കിടക്കുന്നത് ഭയങ്കര വലിപ്പം തോന്നി. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു വന്നാൽ ഈ ഒരു ബ്രേസ്ലെറ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാൾക്കും സെയിം ഒരേപോലത്തെ ബ്രേസ്ലെറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയ്യുമ്പോൾ ഇട്ടപ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇടാനൊക്കെ ഒരു മടി ഇങ്ങനെ കാണിച്ചു. എന്താ പറയുക, കൈയൊക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ എല്ലാവരും പറഞ്ഞു വന്നാൽ ഈ ഒരു എന്താ പറയുക മോഡൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ തന്നെ നമ്മൾ കണ്ണികൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഓപ്പറാണ് നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വർത്താനം എന്താ പറയുക ജ്വല്ലറിയിൽ ആ ഒരു ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാപ്പി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട ഈ ഒരു ബ്രേസ്ലെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിന് ഉണ്ണി ഇങ്ങനെ കരഞ്ഞു. എന്താ പറയുക, കുറേ നേരമായി നമ്മൾ ഓരോന്നും ഇങ്ങനെ ട്രെയിനിൽ നോക്കിയിട്ട് വളകൾ ഇട്ടിട്ടാണെങ്കിലും
റിട്ടേറ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ രണ്ടാൾക്ക് നമ്മൾ ഇടിയിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ രണ്ടും സെറ്റാക്കി കൊടുത്തു കേട്ടോ. ഇത് രണ്ടാമത്തെ ആളാണിത്. അപ്പോൾ ആ മൂപ്പരാട് ഇടയ്ക്ക് തന്നെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു, സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു മിനി വ്ളോഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണികളുടെ ഒരു ഫസ്റ്റത്തെ ഒരു ഔട്ടിങ് ആൻഡ് ഷോപ്പിംഗ് മിനി വ്ളോഗ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.